കോഴഞ്ചേരിയിൽ ഒരു ട്രാൻസ്ജെൻഡർ തൂങ്ങി മരിച്ചു. 29 വയസ്സുകാരനാണ്. സിന്ധു മോൾ എന്നായിരുന്നു വർഷങ്ങളോളം ജീവിച്ച ആ പെൺകുട്ടി. 2022 ഒരു ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി പുരുഷനായത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. അദ്ദേഹത്തിന് 29 വയസ്സെത്തി. 2022 മാത്രമാണ് സിന്ധുമോൾ സിദ്ധാർത്ഥനായത്. അതൊരു ശസ്ത്രക്രിയ മൂലമാണ്. എങ്കിലും പുരുഷൻ്റെ മീശയൊക്കെ അദ്ദേഹം വെച്ചത് ഞാൻ കണ്ടു. ആരോഗ്യമുള്ള ഒരു പുരുഷൻ തന്നെയായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ സാമ്പത്തിക പ്രശ്നം തന്നെ കാരണം. കോഴഞ്ചേരി കോളേജ് ജംഗ്ഷനിൽ കൊല്ലിയിലത്തെ വീട്ടിലെയാണ് സിദ്ധാർത്ഥൻ. പിതാവൊക്കെ മരിച്ചുപോയി. ഒരു സഹോദരൻ മൂത്തയാൾ ബാംഗ്ലൂരുണ്ട്, ജോലിയുണ്ട്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇതുപോലെയുള്ള അവശത അനുഭവിക്കുന്ന, സാമ്പത്തികമായി തകരുന്നവരെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ നിയമമുണ്ട്. സിദ്ധാർത്ഥന് 2022 ആ ഓപ്പറേഷന് വിധേയനായത്. അതിനെ സഹായിക്കാനായിട്ട് ജ്യേഷ്ഠൻ അത്യാവശ്യം സഹായിച്ചുകൊണ്ട് മാത്രമാണ് അത് നടന്നത്. അടുത്ത ഈ ആത്മഹത്യ ചെയ്ത ദിവസം തന്നെയായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം ശസ്ത്രക്രിയയും മറ്റു കാര്യങ്ങളൊക്കെ. അതിന് ആ പയ്യൻ്റെ കയ്യിൽ പണമില്ല, സാമ്പത്തികമായി വളരെ ഞെരുങ്ങി. സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിച്ചു, പലയിടത്തും കയറിയിറങ്ങി, നിരാശനായി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമെത്തി, പോകണം. ഒരു ട്രാൻസ്ജെൻഡറിനെ, പ്രത്യേകിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ മാനസിക സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിൽ ഈ അടുത്ത കാലത്തെ നിയമം വന്നപ്പം, പുതിയ പ്രസിഡന്റ് വന്നപ്പം രണ്ട് ജാതി മനുഷ്യരേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും. ട്രാൻസ്ജെൻഡർ കാര്യം അവിടെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. ഡൽഹിയിലൊക്കെ ഹിജ്റയുണ്ട്, നപുംസകമായ ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം പേര്. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഡൽഹി പോകുമ്പോൾ ആ ഹിജ്റാസ് ആ ട്രെയിനകത്ത് ബലം പ്രയോഗിച്ച് പിരിവ് നടത്തും. അതൊക്കെ ഒരേ കാലഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം പുതിയ നിയമം വന്ന സ്ഥിതിക്ക് കേരളത്തിൽ ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്യാനുള്ള ഒരു നിയമമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 2019 ട്രാൻസ്ജെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട്. അവർക്ക് ജില്ലാ മജിസ്ട്രേറ്റ് പ്രത്യേക ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കും. അവർക്ക് ജോലി, ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ജോലി കൊടുക്കണം. അവർക്ക് നിത്യവൃത്തി കഴിയാനായിട്ട് ടെമ്പററി ആയിട്ടെങ്കിലും കളക്ടർ ജോലി കൊടുത്തേ പറ്റുള്ളൂ. ഈ ആക്ടിൻ്റെ പരിധി വരുമ്പം ഗവൺമെൻറ്റാണ് അതിൻ്റെ ഉത്തരവാദിത്യം വഹിക്കുന്നത്. ഇങ്ങനെയുള്ള വളരെ ചുരുക്കം ആൾക്കാർ കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡറായ ഒരു വ്യക്തി ഒരു ലിംഗത്തിൽ നിന്ന് മറ്റൊരു ലിംഗത്തേക്ക് വന്നയാൾ, അവർക്ക് എല്ലാ സഹായങ്ങളും പൊതുജനങ്ങളും പഞ്ചായത്തുകളും അതുപോലെ ജില്ലാ കളക്ടറും കൊടുക്കണം. കാരണം അവരുടെ മാനസിക വ്യഥ, ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവരെ ഒറ്റപ്പെടുത്തുന്ന സമൂഹം ചിലപ്പം അവരെ നോട്ടത്തിലും അവരെ നടപ്പിലുമൊക്കെ നമ്മൾ ചിലപ്പം അവരെ കളിയാക്കാം ചിലർ. എത്രമാത്രം മാനസിക വ്യതയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കൂടുതൽ വീണ്ടും കളിയാക്കുന്നത്. അങ്ങനെയുള്ളത് ഒന്നും നടക്കാൻ പാടില്ല. കാരണം അതുങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെയാണ് ഈ പയ്യൻ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത്. 29 വയസ്സുണ്ട് ഇപ്പം. നല്ല ഒരു പുരുഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും മീശയൊക്കെ ഉള്ള ഒരാളെയാണ് ഫോട്ടോ ഞാൻ കണ്ടത്. പത്രത്തിലത് വന്നിരുന്നു. ഇത് പറയാനുള്ള ഉദ്ദേശം, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ 3, 4, 5 പേരെ ഉണ്ടാവുമായിരിക്കാം. തീർച്ചയായിട്ടും പഞ്ചായത്ത് അവരെ സംരക്ഷിക്കണം. അങ്ങനെയുള്ളവർക്ക് ജോലി എന്തെങ്കിലും പഞ്ചായത്തിൽ കൊടുക്കണം. അവർ സമൂഹത്തിൽ മറ്റുള്ളവരൊപ്പം ഉയർന്നു വരണം. അതിന് അവരെ ഐഡൻറ്റിറ്റി കാർഡ് ജില്ലാ മജിസ്ട്രേറ്റാണ് കൊടുക്കേണ്ടത്. ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ഡെയിലി വേജസ് എങ്കിലും
അടിയന്തരമായിട്ട് പണം കൊടുക്കണം. ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷന് ശേഷം അദ്ദേഹം പുരുഷനായ ശേഷം അതുമായിട്ട് അനുബന്ധമായ ചില ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. അതിന് യാതൊരു പൈസയും ഇല്ലാതെ വിഷമിച്ചു. അങ്ങനെ പല പണിയും നോക്കി ജോലിക്ക് വേണ്ടിയിട്ട് ഇയാളെ ആരും ജോലി കൊടുത്തില്ല. ഭയങ്കരം മനോവിഷമം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെയാണ് ചൂട ചികിത്സയ്ക്ക് പണം ഇല്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ബാംഗ്ലൂർ ITയിലുള്ള മൂത്ത ജ്യേഷ്ഠൻ മാത്രമാണ് ആദ്യത്തെ ഓപ്പറേഷൻ സമയത്ത് സഹായിച്ചതും സാമ്പത്തിക സഹായം ചെയ്തതും. ഇത് നമുക്കൊരു പാഠമായിരിക്കണം. കാരണം ഇങ്ങനെയുള്ളവർ സമൂഹത്തിൽ ഇനിയുമുണ്ട്, ഓരോ പഞ്ചായത്തിലും ഉണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ പഞ്ചായത്ത് ഏത് വാർഡിലാണ് ആ മെമ്പറും അവരെ ചേർത്ത് നിർത്തണം. അവിടെയുള്ളവർക്ക് ഡെയിലി വേജസ് എങ്കിലും പഞ്ചായത്തിൽ ജോലി കൊടുക്കണം. അവർക്ക് നിത്യവൃത്തിക്ക് അതേ മാർഗമുള്ളൂ. അവരെ സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഒറ്റയ്ക്കാണ് എപ്പോഴും ഏകാന്തരായിട്ടാണ് ജീവിക്കുന്നത്. മറ്റുള്ള കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ അവർക്കൊരു സ്നേഹം പരിലാളനയും ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാവില്ല. കാരണം അവരോട് കരുണയുള്ള വീട്ടുകാർ ധാരാളം പേരുണ്ട്. എങ്കിലും ഈ കുട്ടിയുടെ സിദ്ധാർത്ഥൻ്റെ പിതാവ് സോമൻ നേരത്തെ മരിച്ചു പോയിരിക്കുന്നു. കാരണം ആശ്രയം ആരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റയ്ക്കായിരുന്നു താമസം. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ വന്നു. സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് ആ വീടിനുള്ളിൽ തന്നെ ആ മുറിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു.